forgot and never brought to mind. Should old acquaintance be forgot and days of old lang syne? Should old acquaintance be forgot and never brought to mind? Should old acquaintance be forgot and days of old lang syne? For old lang syne, my dear, for old lang syne, we'll talk a cup of kindness yet for days of old lang syne. And here's a hand, my trusty friend, and here's a hand of thine. We'll talk a cup of kindness yet for old lang syne. For old lang syne, my dear, for old lang syne, we'll talk a cup of kindness yet for old lang syne. ഹലോ, ഗുഡ് മോർണിംഗ്. പുറത്ത് നല്ലൊരു മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മനസ്സ് വായിച്ചതുപോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് വന്നു കേട്ടോ. എപ്പോഴും കുഞ്ഞും കോപും എണീക്കുന്നതിന് ലേശ സമയം മുന്നേ ഞാൻ എണീക്കും. കാരണം എനിക്ക് കുറച്ച് നേരമെങ്കിലും എൻ്റെ ഒരു സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള സമയം കിട്ടും. ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള വീട്ടിൽ ഭയങ്കര സൈലൻസ് ഉള്ള ഈ ഒരു മോർണിംഗ് ടൈമാണ് എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ഡേ. അതേപോലെ തന്നെ പുറത്ത് ഈ മഴയുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഒന്നും ചെയ്യാണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇഷ്ടമുള്ളൊരു ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ഒരു സുഖമാണ്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ടൈം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ലവ് ടേക്കിംഗ് കെയർ ഓഫ് മൈ സ്കിൻ ബിക്കോസ് അതിൻ്റെ റെസ്റ്റ് ഓഫ് ദി ഡേക്ക് ഒരു പോസിറ്റീവ് ടോൺ സെറ്റ് ചെയ്യും. ഐ സ്റ്റാർട്ട് മൈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ വിത്ത് ക്ലെൻസിങ് മൈ ഫേസ്. ഞാൻ ഡബിൾ ക്ലെൻസിങ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഫേസിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്സ് കണ്ടോ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. റീസെൻ്റ്ലി എനിക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വന്നപ്പം കുറേ സ്റ്റബേൺ ഡാർക്ക് സ്പോട്ട്സ് എൻ്റെ ഫേസിൽ ഇങ്ങനെ പിന്നെയും വന്നു. മാത്രമല്ല ഈ ബിസി സ്കെഡ്യൂൾ കാരണം പലപ്പോഴും ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെയുള്ള എക്സസീവ് സൺ എക്സ്പോഷർ ഇതൊക്കെ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ ഇതൊക്കെ ലീവ് ചെയ്യും. പക്ഷെ ഞാൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കേട്ടോ. ദാറ്റ് മേഡ് എ ഹ്യൂജ് ഡിഫറൻസ് ഫോർ മീ. ഇത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സിറം ആണ്. ഇതിൽ 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക് ഉണ്ട്, 10% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട് ആൻഡ് 2% നയാസിനമൈഡ് ഉണ്ട്. ഇറ്റ്സ് ദ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ടു ടാക്കിൾ ദ ഡാർക്ക് സ്പോട്ട്സ് എഫക്റ്റീവ്ലി. ഇത് സൂപ്പർ ഈസി ആണ് കേട്ടോ യൂസ് ചെയ്യാൻ. ജസ്റ്റ് അപ്ലൈ 2-3 ഡ്രോപ്സ് ഓഫ് ദ സിറം ഓൺ യുവർ ഫേസ് ആൻഡ് നെക്ക് ട്വൈസ് എ ഡേ. എന്നിട്ട് ജെന്റ്ലി അപ്വാർഡ് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അണ്ടിൽ ഇറ്റ്സ് ഫുള്ളി അബ്സോർബ്ഡ്. ഇത് കഴിഞ്ഞ് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ ഡേ. ബെസ്റ്റ് തിങ് എന്താണെന്നറിയോ, ഈ ഒരു സിറം 7 ഡേയ്സിൽ തന്നെ ഡാർക്ക് സ്പോട്ട് വിസിബിളി റെഡ്യൂസ് ചെയ്യും. പ്ലസ് ഇത് ഡൾനെസ് റെഡ്യൂസ് ചെയ്തിട്ട് സ്കിൻ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്യും വിത്ത് 100 ടൈംസ് ടർമറിക് എക്സ്ട്രാക്ട്. ഇത് സ്വരാസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് റിറ്റെയിൻസ് ടർമറിക്സ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എന്നിവയിൽ അവൈലബിൾ ആണ്. കൂടാതെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കിട്ടും. ഇന്ന് തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് കൂടെ കിട്ടും കേട്ടോ. Should old acquaintance be forgot and never brought to mind? നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സിനമൻ ടീ ഉണ്ടാക്കാം ഇന്ന്. സിനമൻ പൗഡർ ഇട്ടിട്ടുള്ള ചായ. അപ്പം പാലിൽ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സിനമൻ പൗഡർ ഇടും. ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആണ്.
നല്ല ഒരു സുഖമുള്ള ഒരു മണം. ഈ സിനമൺ അറിയാലോ, നമ്മുടെ കറുവപ്പട്ട, അതിൻ്റെ ജസ്റ്റ് ഒരു പിഞ്ച് ഷുഗർ മാത്രം ഞാൻ എൻ്റെ ചായയിലിടുള്ളൂ. ഇനി ഈ തിളച്ചു വരുന്ന പാലിലേക്ക് നമ്മുടെ ചായപ്പൊടി. For days of old lang syne. And here's a hand my trusty friend, and here's a hand of thine. We'll talk a cup of kindness yet for old lang syne. For old lang syne, my dear, for old lang syne. We'll talk a cup of kindness yet for old lang syne. ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ട ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. വർക്ക് സ്കെഡ്യൂള്, പിന്നെ എന്തെങ്കിലും നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു സ്കെഡ്യൂൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കും എൻ്റെ ഒരു നോട്ട്സിൽ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇന്നത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നാൽ എനിക്ക് ഇന്നത്തെ ദിവസം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അത് കുറച്ച് നാളായിട്ടുള്ള ഒരു ഹാബിറ്റാണ്, ആ ഒരു ഡേ ഒന്ന് മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ആര്യൻകുട്ടൻ ഗുഡ് മോർണിംഗ് പറയും എല്ലാവരോടും. ഗുഡ് മോർണിംഗ്. ആര്യൻകുട്ടൻ രാവിലെ എണീറ്റ് ഒട്ടന്നെ ബ്രഷ് ചെയ്യും, എണീറ്റ് ഒട്ടന്നെ കുളിക്കും നമ്മൾ അല്ലേ? അമ്മേൻ്റെ ഗുഡ് ബോയ് ആണ് ആര്യൻകുട്ടൻ. ആ, എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട കുഞ്ഞിന്? അമ്മ ഓപ്ഷൻസ് തരാം. നോക്കൂ, ദോശ, ഇഡ്ഡലി, ഓംലെറ്റ്. എനിക്ക് ആ, ചോറും പപ്പടം ബ്രോക്കോളി വേണം. ചോറും പപ്പടും ബ്രോക്കോളിയും രാവിലെയോ? ഏത് നേരം ഏതാ ഫുഡ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇവൻ രാവിലെ ഉച്ചയ്ക്കും രാത്രിയും പറയുന്ന ഒരു ഫുഡാണ് ചോറും ബ്രോക്കോളിയും പപ്പടവും തൈരും. അപ്പം അമ്മ ദോശ ഉണ്ടാക്കട്ടെ? ആ, ദോശ ഉണ്ടാക്കാം. എന്നാൽ ആന്നൊക്കെ കേൾക്കുന്നത് ഭയങ്കര വിരളമാണ്. ബാ, Talk a cup of kindness yet for old lang syne. For old lang syne. ആര്യൻകുട്ടാ, അമ്മ നെയ്യ് ദോശ ഉണ്ടാക്കി തരാട്ടോ. Should old acquaintance be forgot? ആര്യൻകുട്ടന് നെയ്യിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള ദോശ കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം ആയിട്ടുണ്ടല്ലോ, ഈ ഒരു 2 months ആയിട്ട് വെജീസ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഈ പിള്ളേരെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഒരു രക്ഷയില്ല. ദോശ ഫുള്ള് കഴിക്കണേ. ഇത് പുതിയതാ? ആ, ഇവിടെ പൊടിയടാ. അതെന്താ? ഇതെന്തിനാ കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെ ആക്കാനാ? അത് ചൂട് ചട്ടിയാണ്, അത് ഇരുമ്പിന്റെ ചട്ടിയാ, അത് പൊള്ളിപ്പോ. ചട്ടി. ആ, ചട്ടി ദോശ. ദോശ. ഇനി ഒരു 5-6 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, മേ ബി 1 week കഴിയുമ്പോഴത്തേക്ക് ആര്യൻകുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വരും ഗൈസ്. ആ ഒരു മൈൽ സ്റ്റോൺ ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. മിക്കവാറും ഞാനായിരിക്കും സങ്കടപ്പെടുന്നത്. നല്ല പേപ്പർ പോലത്തെ ദോശയും അതിൻ്റെ കൂടെ എഗെയിൻ നെയ്യും. നെയ്യ് പ്രാന്തനാണ്, നെയ്യ് പ്രാന്തൻ. നെയ്യാണ് ആര്യൻകുട്ടൻ്റെ ഒരു ഫേവറേറ്റ് സാധനം ഫുഡിന്. അതെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. വരൂ, ദോശ കഴിക്കാൻ വരൂ അമ്മേൻ്റെ കൂടെ. കം കം. ഈ ആര്യൻകുട്ടാ, ഈ റെഡ് കാറും ഗ്രീൻ കാറും ബ്ലൂ കാറും തമ്മിൽ ഒരു ദിവസം കാർ റേസ് വെച്ചു. ആ റെഡ് കാറും അമ്മ പറഞ്ഞുതരാം.
കാറേഷിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് കഴിക്കാൻ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? Should old acquaintance be forgot and never brought to mind? Should old acquaintance be forgot and days of old lang syne? For old lang syne, dear, for old lang syne. ഇനി നമുക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഗോപു ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ്. അപ്പം 12 മണിക്ക് ഡയറക്റ്റായിട്ട് ലഞ്ച് കഴിക്കും. ഞാൻ എന്ന് പറയുന്നത് രാവിലെ ചെറിയൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എനിക്ക് ദോശ ഇഡ്ഡലിയൊന്നും വേണ്ട. അപ്പം ഇത് നമ്മുടെ ബ്രെഡാണ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ട്, പിന്നെ അവക്കാഡോ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ചെറിയൊരു ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഈ മഴയൊക്കെ പെയ്തിട്ടും ഗോപു അറിഞ്ഞില്ല. And never brought to mind. Should old acquaintance be forgot? പിന്നെ രാവിലെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഇപ്പോൾ മസ്റ്റായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഇന്നിപ്പോൾ വാട്ടർമെലൺ ആണ്. We'll talk a cup of kindness yet for days of old lang syne. ആണോ? മാഷ് പൊട്ടേറ്റോ ഭയങ്കര അടിപൊളി കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ആര്യൻകുട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ബാക്കി വന്നത് ഞാൻ എടുത്ത് വെച്ചു. എനിക്ക് ബ്രെഡെല്ലാം ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മാഷ് പൊട്ടേറ്റോ. ഭയങ്കര യമ്മി. അപ്പം നമുക്ക് നിർത്തിയാലോ വ്ലോഗ്? വേണ്ടേ? ബൈ പറഞ്ഞേ കുഞ്ഞ്. അമ്മ ബൈ പറയാം. ഓക്കെ, സീ യു, ബൈ. നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ. ടാറ്റ. അതാ പോണു.